ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു കഫ്താൻ്റെ വീഡിയോ ആണ് കേട്ടോ. കഫ്താൻ കട്ട് ചെയ്യുന്നതിൻ്റെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടോപ്പാണ് കഫ്താൻ ടോപ്പ്. ടോപ്പിൽ മാത്രമല്ല നൈറ്റീസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സിമ്പിളായിട്ടൊരു കഫ്താൻ്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ പേപ്പറിൽ തന്നെ സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. ഏത് ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റാവുന്ന എന്താ പറയുക ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈ കഫ്താൻ. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അറിയുകയാണെങ്കിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നാലായിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്കൊന്ന് മാർക്ക് ചെയ്യുക. നെക്കൊന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്ക് ഇതേപോലെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് പേപ്പറിൽ കാണിക്കുകയാണ് എങ്ങനെ ചെയ്യേണ്ട അളവ് കാര്യങ്ങളൊക്കെ ഞാൻ തുണിയിൽ കാണിച്ചു തരാം കേട്ടോ. നെക്ക് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുക. പക്ഷേ ഇത് ബിഗ്നേഴ്സിന് അതിനെക്കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മളിപ്പോൾ ഷോൾഡർ ആം ഹോൾ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവുണ്ടെങ്കിൽ മാത്രം മതി. ചെസ്റ്റിൻ്റെ അളവുണ്ടെങ്കിൽ തന്നെ നമുക്കവിടെ ജസ്റ്റ് ഒരു വരച്ചിങ്ങാണ്ട് നമുക്കവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് പതിവ്. പിന്നെ ഇതേപോലെ നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ മെഷർമെൻറ്റ് ചെയ്തിട്ട് അളവ് ഇതേപോലെ വരച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ നമ്മളൊരു പെന്നിൻ്റെ അതേമാതിരി തന്നെ നമ്മൾ തുണി ഇങ്ങനെ പിടിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് പിന്നെ വരച്ചാലും മതി കേട്ടോ. ഒരു അടയാളം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കഫ്താന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതിനും എളുപ്പത്തിൽ ഞാൻ പേപ്പറിൽ കാണിച്ചതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ തുണിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും. ഇത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ തുണിയിൽ ഞാൻ പറഞ്ഞിട്ട് ശരിയാക്കി തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ക്ലോത്ത് ഇപ്പോൾ രണ്ടായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. രണ്ടായതിനു ശേഷം വീണ്ടും ഒന്നുകൂടി നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നാലായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇതേപോലെ നാലായിട്ട് നല്ല രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മെഷർ ചെയ്യാനും ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ നെക്കും അതേപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ്. നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ അളവിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബാക്കിലെയും ഫ്രണ്ടിലെയും നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം ഫ്രണ്ടിലത് കട്ടായി പോകരുത്. ആദ്യം ബാക്കാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ബാക്കിൽ നമ്മൾ 3 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്തുമാണ്. ഫ്രണ്ടിൽ നമ്മൾ 3 ഇഞ്ച് വീതിയും അതേപോലെ തന്നെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തത് 5 ഇഞ്ചുമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഷോൾഡർ 7 മാർക്ക് ചെയ്തു. താഴത്തേക്കും നമ്മൾ ആം ഹോളും 7 മാർക്ക് ചെയ്തിട്ട് ചെസ്റ്റ് അളവ് നമ്മൾ 10 കൊടുത്തു കേട്ടോ. ആ 10 നമ്മൾ 1 ഇഞ്ച് അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ഷേപ്പിലിടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്യില്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ലൂസ് ഫീലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ കൊടുത്തിട്ട് അവിടെ നമ്മൾ അളവെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഷേപ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. ആ ഒരു വരയ്ക്കുന്ന ആ സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. ഒരു 13 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് അളക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ ആം ഹോൾ നമ്മൾ 10 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഒരു 9, 9.25 അല്ലെങ്കിൽ 8.5 അങ്ങനെയൊക്കെയുള്ള ഒരു ഷേപ്പായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും വരിക. അപ്പോൾ ഞാനിവിടെ 9 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻഡിൽ നമ്മളൊരു 14 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ആ ഒരു താഴത്തേക്കുള്ള പോർഷൻ കൊടുക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ആ ഒരു ലൂസിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ആ ഷേപ്പും കാര്യങ്ങളൊക്കെ വരച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ ഷേപ്പ് കാര്യങ്ങളൊക്കെ വരയ്ക്കുക. നമ്മുടെ ആ കൈക്കുഴിയില്ലേ, ആ കൈക്കുഴിൻ്റെ ആം ഹോൾ വെച്ച ആ ഒരു കൈക്കുഴിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഇതേപോലെ ഷേപ്പിൻ്റെ അവിടെയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഇതേപോലെ നേരൊക്കെ അങ്ങോട്ട് വരച്ചു പോകാം. നമ്മൾ പിന്നെ താഴത്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഇഞ്ചിലേക്ക് നമ്മളങ്ങോട്ട് വരച്ചു പോകട്ടോ. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഷേപ്പ് നമ്മൾ 9 കൊടുത്ത് അവിടത്തേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു 21 ഇഞ്ചിൽ നമ്മൾ ഒരു നീളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ഇഞ്ച് തന്നെ അവിടെയും കൊടുക്കണം കേട്ടോ. 10 ഇഞ്ച് 10.5 ഇഞ്ച് നമ്മളവിടെ കൊടുത്താൽ ആ ഒരു നമ്മളെ വേസ്റ്റിൻ്റെ അവിടെ നിന്നുള്ള ഒരു ഭാഗമല്ലേ, അവിടത്തേക്ക് നമ്മളൊരു 10 ഇഞ്ച് തന്നെ കൊടുക്കാം കേട്ടോ. അവിടത്തേക്ക് കുറച്ചും കൂടി വീതി വരല്ലേ. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഷേപ്പിൻ്റെ അവിടെ നിന്നുള്ളത് 1 ഇഞ്ച് 1.5 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ കഫ്താനിൽ. പിന്നെ വേറെ കട്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ആ ഒരു വരച്ച് കഴിയുമ്പോൾ കൂടി നമ്മളൊരു 2 സ്റ്റിച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് കഫ്താൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബാക്കത്തെ കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിത്തെ കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഷോൾഡർ ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. എന്നിട്ട് നമ്മൾ നെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. പിന്നെ നമ്മുടെ ആ ഒരു സൈഡിൽ വരുന്ന ഭാഗങ്ങൾ നമ്മളൊന്ന് മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഷേപ്പിൽ അത് അടിച്ച് പോയത് കഫ്താൻ റെഡിയാണ്. ഇതിപ്പോൾ ഒരു ആംഗിൾ ലെങ്ത്തിലാണ് വരുന്നത്, അല്ല നീ ലെങ്ത്തിലാണ് കേട്ടോ വരുന്നത്. ഇത് ടോപ്പായിട്ടില്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ തന്നെ നൈറ്റീസിലും ചെയ്യും കേട്ടോ. നൈറ്റീസിലും ഫുൾ ലെങ്ത്ത് എടുത്തിട്ട് 56 ഇഞ്ച് 52 ഇഞ്ച് നമ്മൾ എത്രയാണോ ലെങ്ത്തിനനുസരിച്ച് എടുത്തിട്ട് നമ്മൾ നൈറ്റീസിലും ഈ സെയിം കാര്യങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റീസിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ടോപ്പ് ചെയ്യുന്ന സെയിം പാറ്റേൺ തന്നെ ഇതിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു
നൈറ്റീസുമായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സിമ്പിളായിട്ട് പറഞ്ഞു തന്നാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഏത് ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റാവുന്ന ഒരു എളുപ്പത്തിലുള്ള കഫ്താനാണ്. എല്ലാവരും ചെയ്ത് നോക്കാം. ഫസ്റ്റായിട്ട് ചെയ്യുന്നവരൊക്കെ സിമ്പിളായിട്ട് ധൈര്യത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ഈ ഒരു ഷേപ്പിൽ നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പിൽ നിന്ന് ഇതേപോലെ ഷേപ്പിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ കഫ്താൻ റെഡിയായി. ഇവിടെ നമുക്ക് സ്ലീവിൻ്റെ കാര്യമോ സ്ലീവ് എക്സ്ട്രാ വെക്കാനോ പിടിക്കാനോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ആ ഒരു നെക്ക് മാത്രം ഒന്ന് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും